ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മ ഇന്നൊരു പൊളി പ്ലേസിലേക്കാണ് പോണത്. ഒരു ടെൻറ്റ് ക്യാമ്പിങ് എടുക്കാമെന്ന് വിചാരിച്ച്. ഞാനിപ്പോഴും ചെമ്പ്രയിൽ തന്നെയാണ്. അപ്പോൾ ചെമ്പ്രയിൽ 2 ടൈപ്പ് ടെൻറ്റ് ക്യാമ്പിങ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്, മറ്റേതും കാണിച്ചു തരാം. നമുക്ക് ആദ്യം സ്റ്റേ ചെയ്യാത്ത സ്ഥലത്തേക്ക് പോവാം. അതെ, ചെമ്പ്ര സ്റ്റേറ്റിൻ്റെ ജിപ്സി ആയിട്ടൊന്ന് കറങ്ങി ചുമ്മാ ഒരു ലാപ്പ് ഇടാനായിട്ട്, വെറുതെ പൊള്ളി അറിയാമല്ല. നമുക്ക് ഫസ്റ്റ് ഒരു ടെൻറ്റ് ക്യാമ്പിങ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റേ എവിടെയെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്ലാക്ക് ഹിൽസ് ക്യാമ്പിൽ എത്തിയിട്ടാ. വന്നപ്പോൾ തന്നെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ കിട്ടി, ഫ്രഷായി, സ്കൈയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനേ ബ്ലാക്ക് ഹിൽസ് ക്യാമ്പ് ഒന്ന് കാണിച്ചു തരാം. പക്ഷേ നമ്മൾ ഇവിടെ അല്ല സ്റ്റേ ചെയ്യണത്, അത് വേറെ സ്ഥലത്താണ് സ്റ്റേ ചെയ്യണത്. നമുക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. അതൊരു യുണീക്കായിട്ടുള്ള ഐറ്റം ഉള്ളത്. അപ്പോൾ ബ്ലാക്ക് ഹിൽസ് ക്യാമ്പ് ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന ഏരിയയിലാണ് നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം കേട്ടോ. ഇവിടെ ലഗേജ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യും. പിന്നെ ആ മേളിലൊരു കോമൺ ഏരിയ, ചുമ്മാ ചില്ല് ചെയ്തിരിക്കാനായിട്ട്. അതിൻ്റെ അടിയിൽ കാണുന്ന സ്പേസിലാണ് ഡൈനിങ് ഏരിയ. പിന്നെ നമുക്കിത് നൈറ്റ് ക്യാമ്പ് ഫയർ ഇരുന്ന ഏരിയ. പിന്നെ ഇവിടെ തന്നെ ബാർബിക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി ടെൻറ്റ് കാണിച്ചു തരാം കേട്ടോ. ടെൻറ്റ് ഇവിടുത്തെ ഒരു വെറൈറ്റി ടെൻറ്റാണ്. ഈ കാണുന്ന ടെൻറ്റ് കണ്ടോ, ഇതായിരുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ക്വാളിറ്റി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ടെൻറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, പണിയൊക്കെ തുടങ്ങി, ഏതാണ്ട് അവസാനിച്ച് തന്നെ ഒളിഞ്ഞും 2-3 ടെൻറ്റ് കൂടി പിച്ച് ചെയ്യാനുണ്ട്. അമ്മേ, ഇപ്പോൾ വീണാനെ. ഞാൻ ടെൻറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒറ്റ സെക്കൻഡേ. ഇങ്ങനെയുണ്ട്, വിശാലമായിട്ടുണ്ടല്ലേ. 4 പേർക്ക് കുറച്ച് സിമ്പിളായിട്ട് കിടക്കാം.
എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇവിടെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ പിച്ച് ചെയ്തേക്കണത്. സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. ഇവിടെ ടെൻറ്റിലേക്ക് കയറാനായിട്ട് സ്റ്റെയർ കാര്യങ്ങളൊക്കെ പടുന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ഇത് പഴയ മോഡൽ തന്നെയാണ്. അപ്പുറത്ത് കാണുന്ന ടെൻറ്റ് ഇന്ന് പിച്ച് ചെയ്തേ ഉള്ളൂ. പിന്നെ ഈ ടെൻറ്റ് യൂസ് ചെയ്യുന്നവർക്കായിട്ട് ആ ടെൻ്റെ പുറകിൽ തന്നെ ഒരു ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 2 3 4 ബാത്റൂം. പിന്നെ ഈ ഇപ്പുറത്ത് കാണുന്നതൊക്കെ കാടാണ് കേട്ടോ, ഫുള്ള് കാടാണ്. അതിൻ്റെ താഴത്തായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആന കയറാതിരിക്കാനായിട്ട്. ഈ തള്ളി മറിക്കണമല്ല, ആന വന്നൊരു ഏരിയയാണിത്. ഈ ക്യാമ്പിങ്ങിൻ്റെ ഒക്കെ ഭംഗി കാണണമെങ്കിൽ രാത്രി തന്നെ വരണം. ഈ ഡേ ടൈമിലുള്ള ഈ വീഡിയോ കണ്ടിട്ട് ഒരു കുന്തമൊന്നും തോന്നില്ല. നൈറ്റാണ് പൊളി ക്യാമ്പിങ്ങൊക്കെ. പക്ഷെ നമ്മൾ നൈറ്റ് ഈ ക്യാമ്പിലല്ല, നമ്മൾ വേറൊരു ക്യാമ്പിലാണ് നമ്മൾ ഇന്ന് നൈറ്റ് സ്പെൻഡ് ചെയ്യണത്. പൊളിയായിരിക്കും കേട്ടോ, വേറെ മൂഡാണത്. നമ്മുടെ ഈ ചില്ലിങ് ഏരിയ ഉണ്ടല്ലോ, ക്യാമ്പ് ഫയറിൻ്റെ സൈഡിലായിട്ടുള്ള, അവിടെ നേരെ നോക്കിയാൽ വൈത്തിരി മൊത്തം കാണാം കേട്ടോ. ആ കാണാൻ മൊത്തം വൈത്തിരിയാണ്. വൈത്തിരി ഫുള്ള് ഇവിടെ നിന്ന് കാണാം. നൈറ്റ് ഫുള്ള് ലൈറ്റൊക്കെ വന്ന് വെറുതെ പൊളിയാണ്. നൈറ്റ് നമ്മൾ ഇവിടെ അല്ല. അങ്ങനെ ആ ഗസ്റ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടാ. ഒരു 10-15 പേരുണ്ട്. ഒച്ചയും ബഹളമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പയ്യെ ഇവിടെ നിന്ന് നീങ്ങാം. ഇരുട്ടാവണ മുമ്പ് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് എത്തണം. നമ്മൾ വേറെ പ്രോപ്പർട്ടിയിലാണ് കിടക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നില്ലേ. നമുക്ക് അങ്ങോട്ട് പോവാം. അതാണ് വെറുതെ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പോൾ അത്രയും എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും പൊളിക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടാ. സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. ഞെട്ടി പോകും നിങ്ങൾ. കാണിച്ചു തരാട്ടാ. എങ്ങനെയുണ്ട് ഈ കാണുന്നത്? ഇതിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. ഇന്ന് ഫുള്ള് എയറിലായിരിക്കും നമ്മൾ. ഇന്ന് എയറിലാണ് നടക്കുന്നത്. കുറച്ച് അഡ്വഞ്ചറസാണ് കയറൽ. നമുക്ക് ഡെമോ കാണിച്ചു തരണം ഒരാളുടെ. അവർ തന്നെ കഷ്ടപ്പെട്ട കയറണം. മിക്കവാറും ഞാൻ നടുവിൽ നിർത്തിറക്കും.
അങ്ങനെ നമ്മുടെ ടെൻറ്റിൻ്റെ മേളിലെത്തി. കുറച്ച് കഷ്ടപ്പെട്ടാലും എത്തിയേട്ടാ. പക്ഷെ എത്തിക്കാനുള്ള വ്യൂ ഉണ്ടല്ലോ പൊന്നോ. പക്ഷേ വേറെ സീനുണ്ട്. എങ്ങനെ ഇറങ്ങുമെന്നാണ്. ദൈവമേ, ഇറങ്ങുമ്പോൾ മിക്കവാറും പിടിച്ച് വീഴും. എന്തായാലും ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ, ക്യാമ്പ് ഫയർ ഏരിയ, എല്ലാം ഈ ഏരിയയിലാണ് കേട്ടോ. പിന്നെ ഇതാ കാണുന്നതാണ് നമ്മുടെ ബാത്റൂം, എല്ലാം മരത്തിൻ്റെ മേളിൽ തന്നെ. പിന്നെ അപ്പുറത്ത് വേറൊരു ബാത്റൂമുണ്ട്. 2 ബാത്റൂമല്ലേ ഉള്ളൂ കാക്ക? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഒരു ചായയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്യാമ്പ് ഫയർ ഇടാനായിട്ട്. ഇതാണ് നിയാസ് കാക്ക. നിയാസ് കാക്കനെ നമുക്ക് നാളെ വിശദമായിട്ട് പരിചയപ്പെടണം. ഈ സമയത്ത് പരിചയപ്പെട്ട് കാര്യമില്ല. കുറച്ചും കൂടി പെട്ടെന്നുള്ള സമയത്ത് നമുക്ക് വിശദമായിട്ട് നിയാസ് കാക്കനെ പരിചയപ്പെടാം. കണ്ടോ, നമ്മൾ വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു ബാഗ് തരും കേട്ടോ. അതായത് തിരിച്ചു കൊടുക്കുന്നതാണ്. ഈ ബാഗിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു പ്ലേറ്റ്, പിന്നെ ഒരു മഗ്, ഒരു പ്ലേറ്റ്, ഒരു മഗ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഗുഡ് മോർണിംഗ്. ഇന്നലെ ശരിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ, പേടിച്ചിട്ടേ. അതുകഴിഞ്ഞെങ്കിൽ ഇന്നലെ രാത്രി ഒരു 8-8:30 സമയത്ത് ഡൈനിങ് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, തൊട്ടപ്പുറത്ത് ഡൈനിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൻ്റെ ഒരു 50-60 മീറ്റർ ഗ്യാപ്പിൽ കുറച്ച് ആനകൾ പാസ് ചെയ്ത് അങ്ങോട്ട് പോയി. തള്ളി മറിക്കണല്ലോ കേട്ടോ, കാര്യമായിട്ട് തന്നെ പറഞ്ഞ. അതോടെ ആ ഒരു കാട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കിടന്നിട്ട് അങ്ങോട്ട് വലിയ കാര്യമായിട്ട് ഉറങ്ങാൻ പറ്റണ്ടായില്ല. മയങ്ങി വരും, പിന്നെയും എന്തെങ്കിലും സൗണ്ട് കേൾക്കും, ചാടി എണീക്കും. ഇവിടെ കറണ്ട് കാര്യങ്ങളൊന്നുമില്ല. കാരണം കാട്ടിൻ്റെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഒരു ചെറിയൊരു ലൈറ്റ് പോലും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്കാകെ ഒരു ഹെഡ് ഗിയർ വരും, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാത്രിത്തെ സംഭവങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ലെന്നല്ല, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അത്രയും കൂരിട്ടായിരുന്നു. പിന്നെ ആ ഡൈനിങ് ഏരിയയിൽ അവിടെ ഒരു ക്യാമ്പ് ഫയർ മാത്രം ഉണ്ടായിരുന്നു. ആ ക്യാമ്പ് ഫയർ ഇട്ട് കുറച്ച് നേരം ഫുഡും കഴിച്ച് നേരെ വന്നിട്ട് എന്നിലോട്ട് അങ്ങ് കയറി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. കൊള്ളായിരുന്നു, എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കാടിന് ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക്. അയ്യോ, എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. കാട്ടിൽ തൊട്ടരികത്ത് അത്രയും ക്ലോസ് ആയിട്ട് ആനേനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ബാക്കി നമുക്ക് ഡൈനിങ് ഏരിയയുടെ അങ്ങോട്ടൊക്കെ പോകാം, ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ചിട്ട് ബാക്കി കാക്കയെടുത്ത് വിശേഷങ്ങൾ ചോദിക്കുക. രാത്രി എന്തൊക്കെയാണ്, അവർ രാത്രി ചെറിയൊരു നൈറ്റ് സഫാരിക്കൊക്കെ പോയി. ഇനി ഞാൻ പിന്നെ മഞ്ഞില്ല എന്ന് പറഞ്ഞു.
ഇവിടുന്ന് തൂങ്ങി ഇറങ്ങലും പിന്നെ തിരിച്ച് രാത്രി കയറലും പേടിച്ച് കുറച്ചാണ് എൻ്റെ മുകളിലേക്ക് തന്നെ കയറിയത്. അപ്പോൾ അവർ രാത്രി നൈറ്റ് സഫാരിക്കൊക്കെ പോയായിരുന്നു. നോക്കാം അവരുടെ അവരുടെ നൈറ്റ് സഫാരിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ആ കണ്ട ടെൻറ്റിലാണ്ട് നമ്മ ഇന്നലെ കിടന്ന് വെച്ച് പെണകുത്തി ഇറങ്ങിയ അവസാനം അവിടുന്ന് ഞാനത് ഇതെവിടെയാണ് നമ്മുടെ ക്യാബിനുള്ളത്. എല്ലാവരും അതിൻ്റെ മേളിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇവിടെ ഉണ്ടൊരു ബാത്റൂം, പിന്നെ അതവിടെ ഉണ്ടൊരു ബാത്റൂം. രാവിലെ തന്നെ ബാത്റൂമിലൊക്കെ പോയി സെറ്റായി. അവരെണീറ്റിട്ടില്ല. അവരിന്നലെ വെളുപ്പിനെ വരെ ഓണായിരുന്നല്ല. ഇപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കാൻ ശല്യപ്പെടുത്താന്നില്ല. ഇന്നലെ അതേ ആ കാറെടുക്കണണ്ട അവിടെ നിന്ന് കുറച്ച് മാറി ഇതപ്പുറത്തായിട്ടാണ് ആനക്കൂട്ടം വന്നത്. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടി അങ്ങോട്ട് കയറി അങ്ങോട്ട് പോയി അതിൻ്റെ മേളിലേക്ക്. പുള്ളിയായിരുന്നു ഇന്നലത്തെ നൈറ്റ്. ഈ ടെൻറ്റിനെ സ്റ്റിംഗ്രേ ടെൻ്റ് എന്നാണ് പറയണത്. കാരണം ഇതിൻ്റെ ഷേപ്പ് വേണ്ട, ഒരു തേരൻ്റെ ഷേപ്പാണ്. ആണ് എന്നെ സ്റ്റിംഗ്രേ ടെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ആണിയൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിന്. ജസ്റ്റ് ഒരു സ്ട്രാപ്പ്, ഈ ഒരു 3 സ്ട്രാപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇത് കെട്ടാനായിട്ട്. കാരണം മറ്റേ കാക്ക പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, ലീവ് നോ ട്രേസ്. അതായത് ഇത് എങ്ങനെ വേണമല്ലോ അഴിച്ചെടുത്ത് കഴിഞ്ഞില്ലേ ഇവിടെ പ്രകൃതിയുമായിട്ട് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിയിലാണ് ചെയ്തേക്കണത്, സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു നോർമൽ, വേറെ സീൻസൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ആ ക്യാബിന് സെറ്റ് ചെയ്തേക്കണത്. ഇവിടെ എന്താണെങ്കിലും ഇപ്പോൾ ആ ബാത്റൂം ആണെങ്കിലും പോലും മറ്റേ ആംഗ്ലർ ബോൾട്ടിലാണ് സെറ്റ് ചെയ്തേക്കണത്. അതും മരവുമായിട്ടൊരു ബന്ധവുമില്ല. പലക വെച്ചിട്ട് പലകയിലാണ് ടൈറ്റ് ചെയ്തേക്കണത്. മരത്തിൽ ഒരു ഹോള് പോലും ഇട്ടിട്ടില്ല. ഒരു സാധനം സെറ്റ് ചെയ്യാനായിട്ടും ഒരു ഹോള് പോലും യൂസ് ചെയ്തിട്ടില്ല. ആണി ഒന്നും അടിച്ചിട്ടില്ല. ഫുള്ളി നേച്ചർ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തേക്കണത്. അങ്ങനെ ആ സ്റ്റിംഗ്രയിൽ നിന്ന് നേരെ ബ്ലാക്ക് ഈഗിൾസിലേക്ക് വന്ന് ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. ശരിക്കും ഗസ്റ്റിന് സ്റ്റിംഗ്രേ എടുക്കുന്ന ഗസ്റ്റിന് ഇവിടെ അല്ല ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ. പിന്നെ ഞാൻ ഒരു ഗസ്റ്റ് എന്നുള്ള മൂഡ് ആയിരുന്നില്ല ഇവിടെ. എനിക്ക് സ്റ്റിംഗ്രേ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞ കാരണം പുള്ളിക്കാരൻ ഇട്ടതാണ്. അവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ കിടക്കണമായിരുന്നേ. അപ്പോൾ അത് കാരണം സ്റ്റിംഗ്രയിൽ ഇപ്പോൾ ഗസ്റ്റ് എടുക്കണ്ടായില്ല. പിന്നെ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പുള്ളി 2 ടെൻറ്റ് വെറുതെ പിച്ച് ചെയ്ത് ഇന്നലെ അവിടെ തന്നെ കൂടിയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തിരിച്ച് ബ്ലാക്ക് ഹിൽസ് ക്യാമ്പിലേക്ക് വന്ന് അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിരിക്കുക പറഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോയാന്ന് പറഞ്ഞ് നേരെ ഒന്ന് കിടന്നാണ്. ഒരു 3 മണിക്കൂർ കിടന്ന് സൂപ്പറായിട്ട് കിടന്നുറങ്ങി. അവിടെ ഇപ്പോൾ ഒന്ന് എണീറ്റ് ചെയ്തേ ഒന്ന് ഫ്രഷായി. അപ്പോൾ അതേ തിരിച്ചിറങ്ങാൻ വേണ്ടി നിൽക്കണ്. അപ്പോൾ ബ്ലാക്ക് ഹിൽസ് ക്യാമ്പും സ്റ്റിംഗ്രേ ട്രൈബിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഇവിടുന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക. വീണ്ടും സന്ധിക്കും വരെ പീസ് ഔട്ട്.